നമസ്കാരം. എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ ലങ് ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടി KMC ഹോസ്പിറ്റൽ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്നിവിടെ KMC ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഡോക്ടർ സാറ ഈസോ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ നിതിൻ വി അശോക്, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഡോക്ടർ ബോസ് വിൻസെന്റ്, കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ ജോൺ തോമസ്, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. മേഡം, എല്ലാ ചികിത്സാ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അഡ്വാൻസ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് വരുന്ന ഒരു ഭാഗമാണ് ഓങ്കോളജി ട്രീറ്റ്മെൻറ്റുകൾ. മേഡം കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകളെല്ലാം 30 വർഷത്തോളം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞൊരു 15 വർഷം 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് എന്ത് മാറ്റമാണ് പ്രൈമറി കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഏർലി ലങ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ? നമുക്ക് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലുള്ള അഡ്വാൻസസിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ടാർഗറ്റഡ് തെറാപ്പിയെക്കുറിച്ച് സംസാരിക്കണം. കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുൻപ് ഒരു രോഗി ലങ് ക്യാൻസറുമായിട്ട് ഏർലി അല്ലെങ്കിൽ ലേറ്റർ ആണെങ്കിലും ലങ് ക്യാൻസറായിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഒരു മെഡിക്കൽ ഓങ്കോളജി പെർസ്പെക്റ്റീവിൽ കീമോതെറാപ്പി കൊടുക്കുന്ന സമയത്ത് ഏതാനും ചില മരുന്നുകൾ മാത്രമേ നമ്മളുടെ ഒരു ആർമമെൻറ്റോറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ടൈപ്പ് ലങ് ക്യാൻസറുകൾക്കും ഏകദേശം ഒരേ തരം കീമോതെറാപ്പി മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ടാർഗറ്റഡ് തെറാപ്പിയുടെ കാലമാണ്. ഈ ലങ് ക്യാൻസർ കോശങ്ങളുടെ പ്രതലത്തിലുള്ള പ്രോട്ടീനുകളെ ടാർഗറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് ഓരോ ലങ് ക്യാൻസറിലും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രോഗം അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ പോലും വന്നിട്ട് മരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി മുൻപ് ഒരു സ്റ്റേജ് 4 ലങ് ക്യാൻസർ പേഷ്യൻ്റ് ഒരു 6 months അല്ലെങ്കിൽ 1 year ആണ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ 5 വർഷത്തിലധികം ഈ സ്റ്റേജ് 4 ലങ് ക്യാൻസറുമായിട്ട് പോലും ടാർഗറ്റഡ് തെറാപ്പി എടുത്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ടാർഗറ്റഡ് തെറാപ്പിയുടെ അഡ്വാൻസ്മെൻ്റ് ആണ് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഒരു മെഡിക്കൽ ഓങ്കോളജി പെർസ്പെക്റ്റീവിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് കാണാനുള്ളത്. ഇത് ഏർലി ലങ് ക്യാൻസറിലും ബാധകമാണ്. മുൻപൊക്കെ നമ്മളൊരു നോഡുകൾ ഡയഗ്നോസ് ചെയ്താൽ നേരെ സർജറിക്ക് വിടുക അല്ലെങ്കിൽ റേഡിയേഷൻ വിടുക. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ ട്രീറ്റ്മെൻറ്റുകൾ അനുസരിച്ച് ഈ മുഴകൾ ചുരുക്കിയിട്ട് സർജറിക്ക് വിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ നിയോ അഡ്ജുവൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അല്ലേ ഡോക്ടർ, നമുക്ക് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏർലി ലങ് ക്യാൻസറിൽ നിയോ അഡ്ജുവൻ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനു മുമ്പ് എപ്പോഴും ടാർഗറ്റഡ് തെറാപ്പി എന്ന് നാം പറയാറുണ്ടല്ലോ. പലർക്കും എന്താണ് കീമോതെറാപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് ഒരു പക്ഷേ കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? കീമോതെറാപ്പി അപേക്ഷിച്ച് അതിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണെന്ന്? കീമോതെറാപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ക്യാരം ബോർഡ് എടുക്കുകയാണ്. ഒരു സ്ട്രൈക്കർ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു അടി അടിക്കുകയാണ്. അതിലെല്ലാം ഇങ്ങനെ ചിഹ്നമായി പോകുന്നു. ഇതാണ് കീമോതെറാപ്പി. ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെൽസിനെയും അത് നശിപ്പിക്കും. അത് വായിലെ സെൽസ് ആയിക്കോട്ടെ, മ്യൂക്കോസൈറ്റിസ് ഉണ്ടാക്കാം, മുടി പോകും, ക്യാൻസർ സെൽസും മരിക്കുന്നു. ഇതാണ് കീമോതെറാപ്പി. അതേപോലെ നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി എന്ന് നമ്മൾ ആ റെഡ് എന്നുള്ള കോയിൻ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്, അതാണ് ക്യാൻസർ. റെഡ് എന്ന കോയിൻ മാത്രം തട്ടുകയാണെങ്കിൽ അതാണ് ടാർഗറ്റഡ് തെറാപ്പി. സ്പെസിഫിക്കലി നമ്മൾ ആ ക്യാൻസർ സെൽസിനെ മാത്രമേ അത് നശിപ്പിക്കൂ. അതുകൊണ്ട് നമുക്ക് ഈ മുടി പോകില്ല. അതുപോലെ ഇത് വേറെ സ്പെസിഫിക് സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ, ഇങ്ങനെ മുടി പോകത്തിൽ, ബാക്കിയകത്ത് മ്യൂക്കോസൈറ്റിസ്, ഡയറി, ഇതേപോലത്തെ പലതും ഉണ്ടാവാതിരിക്കും. ഇതാണ് ഈസിയസ്റ്റ് വേ ടു എക്സ്പ്ലെയിൻ എ ടാർഗറ്റഡ് തെറാപ്പി. ക്യാൻസർ സെൽസിൽ മാത്രം കാണുന്ന ആ ഒരു സ്പെസിഫിക് പ്രോട്ടീനെ ടാർഗറ്റ് ചെയ്യും. അത് നമുക്ക് ടാബ്ലറ്റ് വഴിയായിരിക്കും കഴിക്കുന്നത്. കീമോതെറാപ്പി IV ആയിരിക്കും. ടാർഗറ്റഡ് തെറാപ്പി പലതും ടാബ്ലറ്റ്സുകളാണ്. കഴിക്കാനും എളുപ്പമാണ്, സൈഡ് എഫക്ട്സ് കുറവാണ്, എഫക്ട്സും ബെറ്ററാണ്. സോ ദാറ്റ്സ് ഹൗ യു എക്സ്പ്ലെയിൻ എ ടാർഗറ്റഡ് തെറാപ്പി. അത് വളരെ നല്ല ഒരു എക്സാമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നു. കീമോതെറാപ്പി എല്ലാ സെല്ലുകളെയും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ടാർഗറ്റഡ് തെറാപ്പി ക്യാൻസർ കോശങ്ങളെ മാത്രമാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് പ്രൊഫൈലുകളും വളരെ കുറവായിരിക്കും. ഇമ്മ്യൂണോതെറാപ്പിയും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു 10 years കണ്ടെത്തിയ ഒരു 10 to 15 years വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ത്രൂ ആണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ ക്യാൻസർ സെൽസ് നമ്മളെ ബോഡിക്കകത്ത് വളരുന്നത് നമ്മളെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം അറിയാനില്ല. അപ്പോൾ പൊതുവേ ഇത് അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇമ്മ്യൂണിറ്റി ഉള്ള സെൽസ് തന്നെ ഇതിനെ പോയി കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ PDL1 എന്ന് പറഞ്ഞ പ്രോട്ടീൻ എക്സ്പ്രഷൻ കാരണം ഈ ക്യാൻസർ സെൽസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ക്യാൻസർ സെൽസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം ക്യാൻസർ സെൽസിനെ കൊല്ലാനും പറ്റും.
ഇപ്പോൾ ലങ് ക്യാൻസറിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് 4 ലങ് ക്യാൻസർ ആണെങ്കിൽ ഇപ്പോൾ ടാർഗറ്റഡ് തെറാപ്പി ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ കീമോ ഇമ്മ്യൂണോതെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് പറയാൻ പോകുന്നത്. ഇമ്മ്യൂണോതെറാപ്പിക്കും അതിൻ്റേതായ ചില സൈഡ് ഇഫക്റ്റുകളുണ്ട്, ബട്ട് ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ കീമോതെറാപ്പി. ഈ ടാർഗറ്റഡ് തെറാപ്പിയും കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും എല്ലാ പേഷ്യൻസിനും ചെയ്യാനായിട്ട് സാധിക്കും? അറ്റ്ലീസ്റ്റ് നമ്മൾ ലങ് ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ ലങ് ക്യാൻസർ പേഷ്യൻസിനും ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ പറ്റുമോ? അല്ല ചില സ്പെസിഫിക് പേഷ്യൻസിന് മാത്രമാണോ നമ്മൾ ഈ ഇത്തരം ചികിത്സകൾ പ്ലാൻ ചെയ്യുന്നത്? പൊതുവേ ഒരു അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ആദ്യം ഇനിഷ്യലി കുറച്ച് ഈ ടാർഗറ്റഡ് തെറാപ്പി ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റുകൾ വിടും. ആ ബയോപ്സി ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മളൊരു 10-13 ടാർഗറ്റ്സ് ഉണ്ട്. അതിൽ ടാർഗറ്റബിൾ ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള ടാബ്ലറ്റ്സുകളോ ഇഞ്ചെക്ഷൻസോ നമ്മൾ കൊടുക്കും. അത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനാണ് നമ്മൾ സ്പെസിഫിക്കലി കീമോ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി, അത് നമ്മളൊരു PD-L1 എക്സ്പ്രഷനൊക്കെ നോക്കിയാണ് തീരുമാനിക്കാറ്. അപ്പം അത് ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മൾ കീമോ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 87 വയസ്സായ ഒരു CL ലങ് വരികയാണ് നമ്മളെടുത്ത്, പക്ഷേ അവർക്ക് വി ആർ നോട്ട് ഗോൺ ഓഫ് ടാർഗറ്റഡ് തെറാപ്പി ഇല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കും. 87 വയസ്സ് വല്ല ബുദ്ധിമുട്ടുള്ള, അപ്പോൾ അവർക്ക് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഒറ്റയ്ക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. സോ വി ക്യാൻ എക്സ്പാൻഡ് ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാനും അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും പറ്റും. അതായത് ടാർഗറ്റഡ് തെറാപ്പി കീമോതെറാപ്പിയേക്കാൾ സൈഡ് എഫക്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിലും എല്ലാ രോഗികൾക്കും ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ പറ്റത്തില്ല. ഈ പേഷ്യന്റ് ഈ ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ പറ്റുമോ എന്ന സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി അത് പോസിറ്റീവ് ആണെന്നെങ്കിൽ മാത്രമേ ചെയ്ത് കൊടുക്കൂ. ബേസിക്കലി ആ ക്യാരം ബോർഡിലെ റെഡ് ബോൾ വേണം. ഒരു 35-40% ലങ് ക്യാൻസർ രോഗികളിൽ എന്തെങ്കിലും ടാർഗറ്റ് കണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു പ്രത്യേക ടെസ്റ്റ് വഴി അത് പരിശോധിച്ച് നോക്കിയെങ്കിലേ പറ്റുള്ളൂ. NGS പാനൽ എന്ന് പറഞ്ഞ ടെസ്റ്റ്, അത് ബയോപ്സി ചെയ്യുന്ന ടെസ്റ്റുകൾ ഈ ടെസ്റ്റുകളാണ്. നമ്മൾ നിയോഡ്ജന്റ് ആയിട്ട് ഏർലി ലങ് ക്യാൻസർ നിയോഡ്ജന്റ് ആയിട്ട് ഇത് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. നിയോഡ്ജുവൻ കീമോ ഒരു 4 പൊതുവേ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മാഡം പറഞ്ഞ പോലെ സർജറിക്കാണ് പേഷ്യൻറ്റിനെ വിടാറ്. ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്ററിന് മുകളിലൊരു ട്യൂമറാണ്, ഒരു ചെറിയൊരു നോഡുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവേ ഒറ്റയ്ക്കല്ല ഡിസിഷൻ വരാറ്. MDT, ഞാനൊരു നമ്മൾ 2 മെഡിക്കൽ ഓങ്കോളജിസ്റ്റുകളാണ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, ഇവരെല്ലാവരും കൂടെ ഇറങ്ങുന്ന 8-10 അംഗ ഒരു ടീം ചേർന്നിട്ടാണ് ഈ ഡിസിഷൻ പറയാറ്. അപ്പോൾ നമ്മൾ ചില പേഷ്യൻസിന് 5 സെൻറ്റിമീറ്റർ ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മളത് ചുരുക്കാൻ വേണ്ടി കീമോ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ചെയ്ത് ചുരുക്കിയിട്ട് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് സർജറിക്ക് പോകുന്നു. ഇതൊരു ടീം വർക്കാണ്, ഒറ്റയ്ക്ക് ആരെ കൊണ്ടും ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ പുതിയുള്ള MDT. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർജിക്കൽ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഏർലി ലങ് ക്യാൻസറിനെ കാണുന്നത്? നമുക്ക് എല്ലാവർക്കും സർജറി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സർജറിയിൽ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് ഇതിൽ? ബേസിക്കലി പുതിയ ഇമ്മ്യൂണോതെറാപ്പിയും സംഭവങ്ങളും കൊണ്ട് സർജൻ്റെ റോള് വളരെ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂവർ തെറാപ്പീസ് വരുന്നതുകൊണ്ട് സർജൻ്റെ റോള് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. സോ സർജറി ആസ് സച്ച് ലങ് ക്യാൻസറിൽ വരുന്നത് ബേസിക്കലി ഏർലി സ്റ്റേജിലാണ്. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2ലാണ് മെജോറിറ്റി ആയിട്ട്. സ്റ്റേജ് 3ൽ ചില കേസുകൾക്ക് നമുക്ക് സ്റ്റേജ് 3ലും കീമോ ഇമ്മ്യൂണോതെറാപ്പി കഴിഞ്ഞ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി അറിയേണ്ടത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനാണ് സ്ക്രീനിങ്ങും ബാക്കി കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. കാരണം സിംറ്റമാറ്റിക് ആയിട്ട് വരുന്ന രോഗികൾ മിക്കവാറും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് സർജറി ഓഫർ ചെയ്യാൻ ചാൻസുകൾ കുറവാണ്. അപ്പോൾ ഏർലി സ്റ്റേജ് ലങ് ക്യാൻസറിൽ എല്ലാ രോഗികൾക്കും പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഈ പേഷ്യൻ്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതാണ്. അതിൽ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സർജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് കാർഡിയാക് പ്രോബ്ലംസ്, അതായത് മിക്കവാറും രോഗികളെല്ലാം സ്മോക്കർ ആയിരിക്കും. ഇപ്പോൾ സ്മോക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാവാം, പ്രീവിയസ് ആയിട്ട് അറ്റാക്സ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ്, സർജിക്കൽ മോബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ പൾമണറി ഫംഗ്ഷൻ, നമ്മുടെ ലങ്ങിൻ്റെ ഫംഗ്ഷൻ, നമ്മൾ ബേസിക്കലി സർജറിയിൽ ചെയ്യുന്നത് ലങ്ങിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയാണ്. അപ്പോൾ ട്യൂമർ മാത്രമല്ല, ട്യൂമറിനേക്കാൾ കൂടുതലായിട്ടൊരു ഭാഗം നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ നീക്കം ചെയ്യുമ്പോൾ സർജറിക്ക് ശേഷം ബാക്കിയുള്ള ലങ് വെച്ച് ഈ രോഗിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് മുതലായ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുമൂലം കണ്ടുപിടിക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് പേഷ്യൻസിന് മാത്രമേ നമുക്ക് സർജറി എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സർജറിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വാറ്റ്സ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. അതായത് വീഡിയോ അസിസ്റ്റഡ് തൊറാക്കോസ്കോപ്പിക് സർജറി. അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കീ ഹോൾ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ യൂണിപോർട്ടൽ വാട്ട്സ് അല്ലെങ്കിൽ മൾട്ടിപോർട്ടൽ വാട്ട്സ്. ബേസിക്കലി നമ്മൾ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ലങ്ങിൻ്റെ സർജറി ചെയ്യുന്നു.
ലങ് ക്യാൻസർ സർജറിയിൽ ബേസിക്കലി ചെയ്യുന്നത് ഒന്ന് ലങ്ങിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നു. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു കാണും ലങ്ങിന്റെ അനാറ്റമിയിൽ ബേസിക്കലി റൈറ്റ് ലങ്ങിൽ 3 ലോബായിട്ട് തിരിക്കുന്നു, ലെഫ്റ്റ് ലങ് 2 ലോബായിട്ട് തിരിക്കുന്നു. അപ്പോൾ ക്യാൻസർ സർജറിയിൽ ബേസിക് ആയിട്ട് വരുന്നത് ആ ലോബും ഏത് ലോബിലാണോ ആ ട്യൂമർ ഉള്ളത് ആ ലോബ് മുഴുവനായിട്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്ന കടലകൾ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് ലിംഫ് നോഡ്സും കൂടെ ചേർന്നെടുക്കുക. ഇതാണ് ഒരു ബേസിക് ലങ് ക്യാൻസർ സർജറിയിൽ വരുന്നത്. ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ലൈക്ക് വളരെ ചെറിയ ട്യൂമർ ലെസ് ദാൻ 2 സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ ഈ ലങ്ങും ഒരു ലോബും മുഴുവനായിട്ട് എടുക്കാതെ സെഗ്മെന്റൽ ആയിട്ടുള്ള സർജറി ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ വാറ്റ്സിന്റെ ഗുണം, അതായത് കീഹോളിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ മുറിവായിരിക്കും, അപ്പോൾ വേദന കുറവായിരിക്കും, അപ്പോൾ കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും, നമുക്ക് വേഗം പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, അതുവഴി തന്നെ കോസ്റ്റും കുറയും, പേഷ്യന്റിനും ബെറ്റർ ആണ്. സോ ഇതൊക്കെയാണ് ലങ് ക്യാൻസർ സർജറിയിലുള്ള പുതിയ ഇത്. ഏർലി ലങ് ക്യാൻസറുകളിൽ നമുക്ക് സർജറിയാണ് എപ്പോഴും. അതെ, സർജറിയാണ്. നമുക്ക് ആ ട്യൂമർ നീക്കം ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുന്നുണ്ട്. വേറൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ആ ട്യൂമറുകൾ ശരീരത്തിൽ നിന്ന് മാറ്റുന്നില്ല. ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ അതിന്റെ അംശങ്ങൾ ഉണ്ടാവാം. പക്ഷേ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്യൂമർ ഫുള്ളായിട്ട് എടുത്ത് മാറ്റുകയാണ്, ശരീരത്തിൽ നിന്ന് വേർപെടുത്തി മാറ്റുകയാണ്. അതുകൊണ്ട് ഏർലി ലങ് ക്യാൻസറിന് സർജറി വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ, പ്രൊവൈഡഡ് ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ റേഡിയേഷൻ അതും ഒരു മൊഡാലിറ്റിയാണ്. നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ കുറിച്ച് പറഞ്ഞു, അടുത്ത നമുക്ക് സർജറിയെക്കുറിച്ച് പറഞ്ഞു, കീമോതെറാപ്പിയെക്കുറിച്ച് പറഞ്ഞു. റേഡിയേഷൻ എന്താ ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ റേഡിയേഷനുള്ള റോൾ എന്താണ്, പുതിയ അഡ്വാൻസസ് എന്തൊക്കെയാണ് റേഡിയേഷൻ? ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ റേഡിയേഷൻ്റെ റോൾ ഇൻക്രീസ് ആയി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ലൈക്ക് അഡ്വാൻസ് സ്റ്റേജിലുള്ള ലങ് ക്യാൻസറുകളായിരുന്നു റേഡിയേഷൻ പ്രധാനമായും റോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സർജറിയോടൊപ്പം തന്നെ ഏർലി ലങ് ക്യാൻസറിൽ റേഡിയേഷൻ റോൾ ഉണ്ടായിരിക്കുകയാണ്. SBRT സ്റ്റീരിയോടാക്റ്റിക് അബ്ലേറ്റീവ് റേഡിയോതെറാപ്പി എന്ന് പറയുന്ന റേഡിയേഷൻ ടെക്നിക്ക് മൂലം അത് ഏകദേശം 3 ദിവസമോ 5 ദിവസമോ എല്ലാം നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ടെക്നിക്കാണ്. മറ്റ് സാധാരണ 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന റേഡിയേഷനിലേക്ക് മാറി ഒരു വലിയ ഡോസ് ഓഫ് റേഡിയേഷൻ ഏറ്റവും ചെറിയ ഏരിയയിലേക്ക് മാത്രം കൊടുക്കുന്ന 3 to 5 days മാത്രം നീണ്ടുന്ന ടെക്നിക്കാണ് SBRT എന്ന് പറയുന്നത്. ഏർലി ലങ് ക്യാൻസറിൽ SBRT വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടാണ് നാം കാണുന്നത്. ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ സൈസ് വരെയുള്ള ട്യൂമറുകളിൽ, പ്രത്യേകിച്ച് കടലകളിലേക്ക് പടർന്നിട്ടില്ല എന്നുള്ള ട്യൂമറുകളിൽ സർജറിയുടെ അത്രയ്ക്ക് തന്നെ റെസ്പോൺസ് റേറ്റുകൾ പലപ്പോഴും SBRT ടെക്നിക്കുകൾ തരാറുണ്ട്. എന്നാൽ ഓപ്പറബിൾ ആയിട്ടുള്ള കേസുകളിൽ പേഷ്യൻ്റ് ഫിറ്റാണ്, ഒരു ലോ റിസ്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെ സർജറി ചെയ്യാൻ പറ്റുന്ന കേസുകളിൽ സർജറിയാണ് എപ്പോഴും ഫസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ പല പേഷ്യൻസും വളരെ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ മറ്റ് കോമോബിറ്റീസ് ഉള്ള പേഷ്യൻസ് ആണ്. സർജറി എപ്പോഴും സർജിക്കൽ മോർട്ടാലിറ്റി 1.5% കൂടുതലുള്ള ആളുകൾ, ഹൈ റിസ്ക് സർജിക്കൽ കാൻഡിഡേറ്റ്സിൽ സർജറിയുടെ അത്ര തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് SBRT എന്ന് പറയുന്നത്. ഏർലി ലങ് ക്യാൻസറിൽ SBRT ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അപ്പോൾ ശ്വാസകോശ ക്യാൻസറിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യൂറേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, സർജറി, റേഡിയേഷൻ ചെയ്യാൻ പറ്റും. അഥവാ അഡ്വാൻസ് സ്റ്റേജിലാണ് പിടിക്കുന്നത് എങ്കിൽ പോലും പുതിയ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻസസും ഉണ്ട്. കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി എന്നിവ കൊണ്ട് നമുക്ക് ഈ രോഗത്തെ കുറേ നാൾ അതിജീവിക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ അസുഖത്തിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ബോധവാന്മാരാകുക, ബോധവൽക്കരിക്കുക. അതുപോലെ ഈ രോഗം വരാതിരിക്കാനുള്ള, അതായത് സ്മോക്കിംഗ് സെസേഷൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഏർലി ഡയഗ്നോസിസ്, സ്ക്രീനിങ് എല്ലാവരും ഭാഗവാക്കാകുക. ഇതാണ് നമ്മളുടെ ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം. എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? ക്യാൻസർ വരാതിരിക്കാൻ നോക്കുക എന്നതാണ് എപ്പോഴും പ്രൈമറി എയിം. ലങ് ക്യാൻസർ ഒരു പരിധി വരെ നമുക്ക് വരാതിരിക്കാൻ നോക്കാൻ സാധിക്കുന്ന അസുഖമാണ്. ടുബാക്കോക്കെതിരെ, സ്മോക്കിങ്ങിനെതിരെയുള്ള ക്യാമ്പയിൻ മൂലം നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ ഒരു പരിധി വരെയെങ്കിലും നോക്കാൻ പറ്റുന്ന അസുഖമാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. 2, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അസുഖമാണ്. 3, ഇനി കണ്ടുപിടിച്ചു എന്ന് കരുതി ജീവിതത്തിൻ്റെ അവസാനമാകുന്ന ഒരു അസുഖമല്ല ലങ് ക്യാൻസർ എന്ന്. ഇപ്പോഴും നല്ല ചികിത്സാ ടെക്നിക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നല്ല രീതിയിൽ ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഇപ്പോഴും ലങ് ക്യാൻസർ എന്നുള്ളത്. അപ്പോൾ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് ധൈര്യത്തോടു കൂടി
ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നാണ് ഈ സമയത്ത് ഓർക്കാൻ സാധിക്കുന്നത്.